ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഉത്സവം നടക്കുകയാണ്. അപ്പോൾ പൊങ്കാലയ്ക്ക് 2 ദിവസം മുൻപ് ഞങ്ങൾ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് വെളിയിൽ പോയിരുന്നു. അന്നേ ദിവസം രാവിലെ അപ്പവും കടലക്കറിയുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ വലിയ തിരക്കായിരിക്കും, അതുകൊണ്ട് കാറൊന്നും കൊണ്ടുപോയില്ല. ഞങ്ങൾ ബൈക്കിലാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയത്. അപ്പോൾ സിറ്റിയിലുള്ള ഒരു തുണിക്കടയിൽ ആദ്യം കയറണം. എനിക്ക് പൊങ്കാലയ്ക്കിടാനുള്ള ഡ്രസ്സ് വാങ്ങേണ്ടതുണ്ട്. ആദ്യം സാരി വാങ്ങാമെന്നാണ് കരുതിയത്, പക്ഷേ 2 ദിവസത്തിനകത്ത് ബ്ലൗസൊന്നും തയ്ച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് ചുരിദാർ വാങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തുണിക്കടയിലെത്തി ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം അകത്തേക്ക് പോയി. അപ്പോൾ തിരുവനന്തപുരത്തുള്ള രാമചന്ദ്ര എന്ന കടയിലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. അപ്പോൾ ഒരുപാട് ചുരിദാറിൻ്റെ കളക്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുവിധം ഇഷ്ടപ്പെട്ട ഒരു ജോഡി ചുരിദാർ എടുത്തു. രാമചന്ദ്രയിൽ എപ്പോൾ പോയാലും നല്ല തിരക്കാണ്. ഇവിടെ തുണിത്തരങ്ങളുടെ സെക്ഷൻ മാത്രമല്ല, ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കഴിയും. കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സുകളായാലും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും പഴങ്ങളും പാത്രങ്ങളും ഒക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ലഞ്ചിനുള്ള ടൈമായി. പിന്നീട് ഞങ്ങൾ അവിടെ തന്നെയുള്ള ഫുഡ് കോർട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെയും നല്ല തിരക്കാണ്. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. വെജിൻ്റെയും നോൺ വെജിൻ്റെയും സെക്ഷൻ പ്രത്യേകം ഉണ്ട്. പൊങ്കാല ഇടുന്നത് കൊണ്ട് ഞങ്ങൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഓർഡർ ചെയ്തത്. അതിനുശേഷം 2 പൈനാപ്പിൾ ജ്യൂസും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. പൊങ്കാലയുടെ തലേ ദിവസം തന്നെ പൊങ്കാലയ്ക്ക് ആവശ്യമായ മാവെല്ലാം പൊടിച്ച് വെച്ചു. തെരളിയപ്പത്തിനും മണ്ടപ്പുറ്റിനുള്ള അരിയാണ് വെള്ളത്തിൽ കുതിർത്ത് പൊടിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പൊടിച്ച് അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം. പിന്നെ കുറച്ച് വയണ ഇലയും കിട്ടിയിട്ടുണ്ട്, അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ എല്ലാം കൂടി ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടില്ല, അതുകൊണ്ട് മാവൊക്കെ ഇന്ന് തന്നെ വറുത്ത് വയ്ക്കുകയാണ്. ഈ മാവ് നന്നായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, കൂടുതൽ മൂത്ത് പോകണ്ട. അപ്പോൾ ഇത് ചൂടാക്കിയതിന് ശേഷം മണ്ടപ്പുറ്റിനുള്ള പയറ് കൂടി വറുത്ത് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്, ഇനി വാങ്ങി വയ്ക്കാം. ഇപ്രാവശ്യം വീട്ടിൽ വെച്ച് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. രാവിലെ കുളി കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട ശേഷം പൊങ്കാലയ്ക്കുള്ള അടുപ്പൊക്കെ തയ്യാറാക്കി വെച്ചു. പിന്നീട് തേങ്ങ തിരുവ, അതുപോലെ ശർക്കരയെല്ലാം ചെത്തി വയ്ക്കുക, ഇതെല്ലാം ചെയ്തു. പിന്നീട് നേദ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. 10:30-ക്കാണ് അടുപ്പ് കത്തിക്കേണ്ട സമയം. അതിനു മുൻപ് തെരളിയപ്പവും മണ്ടപ്പുറ്റിനുമുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു.
ഇപ്പോൾ ഏതാണ്ട് അടുപ്പ് കത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്കുള്ള കലത്തിൽ വെള്ളം കൊണ്ടുവച്ചു. നേദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തെരളിയപ്പം മണ്ടപ്പുറ്റിനും എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ടി വിയിൽ അറിയിപ്പ് വന്നു, അടുപ്പ് കത്തിക്കാനുള്ള സമയമായി എന്ന്. അപ്പോൾ ഇവിടെ കൊളുത്തി വെച്ചിട്ടുള്ള വിളക്കിൽ നിന്ന് തന്നെയാണ് ഞാൻ അടുപ്പ് കത്തിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത്. അതിന് ശേഷമാണ് തെരളിയും അണ്ടപ്പുറ്റുമൊക്കെ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചത്. ആദ്യം തെരളിയാണ് വേവിക്കാനായിട്ട് വെച്ചത്.
എല്ലാം വാങ്ങി വെച്ച ശേഷം തീർത്ഥജലം തളിക്കാനായിട്ട് ഒരു മൊന്തയിൽ അതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി മണ്ടപ്പുറ്റ് കൂടി വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ TV വെച്ചിട്ടുണ്ട്. 2:30 തീർത്ഥം തളിക്കേണ്ടത്. ഇപ്പോൾ ചേട്ടൻ ഞാൻ പൊങ്കാലിടുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ മണ്ടപ്പുറ്റും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീർത്ഥജലം തളിക്കാനുള്ള സമയമായി. ഇപ്പോൾ എല്ലാവർക്കും ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.